എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ 2 ടൈപ്പിലുള്ള മാർബിൾ കേക്ക് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഹോട്ട് മിൽക്ക് മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഹോട്ട് മിൽക്ക് വാനില കേക്കിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ബേക്കറിയിലൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 മുട്ട വേണം. റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. പിന്നെ വേണ്ടത് 250 ഗ്രാം മൈദ 2 കപ്പാണ്. പൊടിച്ച പഞ്ചസാര 250 ഗ്രാം 2 കപ്പ്. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ വേണം. കൊക്കോ പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഉപ്പില്ലാത്ത 100 ഗ്രാം ബട്ടർ വേണം. അതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 100 മില്ലി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതൊരു ഹോട്ട് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് നമ്മൾ ബട്ടറും പാലും കൂടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ബാറ്ററിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതീയിലിട്ട് അവിടെ ഉരുക്കാനായിട്ട് വെക്കുക. മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് ചൂടാക്കാനായിട്ട് ഇടുക. ഇനി ആ കൊക്കോ പൗഡറിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ കൊക്കോ പൗഡർ നല്ല കട്ടിയായിട്ട് കിടക്കും, അതുകൊണ്ടാണ്. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദ 2 കപ്പ് മൈദയാണ്. മൈദയോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇനി നമ്മൾ വാനില എസൻസിന് പകരം ഞാനിവിടെ വാനില ഷുഗറാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വാനില എസൻസ് ചേർക്കാം. അത് മുട്ടയിലാണ് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് അരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ അരിച്ച് എടുത്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും വരും. അതുപോലെ അവിടെ ഇവിടെ കട്ടയായിട്ട് കിടക്കില്ല. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. 1 2 തവണ അരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മുട്ട എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ട് ഹാൻഡ് ബീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ മിക്സി ഗ്രൈൻഡർ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തടിത്തവി എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ വിസ്കും എടുക്കാവുന്നതാണ്. മുട്ടയുടെ കളർ ഒരു ലൈറ്റ് യെല്ലോ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വാനില എസൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട നന്നായിട്ട് ബീറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിലിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് എളുപ്പത്തിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഓറഞ്ച് എസൻസ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ബട്ടറും പാലും കൂടെ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയായാലും ഹോട്ട് മിൽക്ക് ആയാലും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. വീണ്ടും പൊടി ചേർക്കുകയാണ് 3 ടേബിൾ സ്പൂൺ. ഇതുപോലെ തന്നെ ആ ഒരു പാലിൻ്റെ മിക്സറും പൊടിയും തീരുന്നവരെ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ സ്പീഡിലിട്ടാണ് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൊക്കോ പൗഡറിലേക്ക് ഈ വാനില ബാറ്ററിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. നമുക്കൊരുപാട് ചോക്ലേറ്റ് നമ്മളിതിൽ ചേർക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് ബാറ്ററിലാണ് നമ്മളിപ്പം ചോക്ലേറ്റ് ബാറ്റർ തയ്യാറാക്കുന്നത്. നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനായിട്ട് റൗണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറോ ടിൻ എടുക്കാം. ഞാനിവിടെ ഇന്ന് സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് ടീ കേക്കിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്റർ ഇതിലേക്ക് താഴെ ഒരു ലെയർ ഒഴിച്ചു കൊടുക്കാം. പാത്രം ഹെവി ആയതുകൊണ്ട് ഞാനൊരു തവി വെച്ചിട്ടാണ് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ബാറ്ററും അവിടെ ഇവിടെയായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പൈപ്പിംഗ് ബാഗുകളിലാക്കിയിട്ട് സീബ്ര ഡിസൈനും കൊടുക്കാവുന്നതാണ്. അതിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വാനില ചോക്ലേറ്റ് ലെയറുകളായിട്ട് എല്ലാം ഒഴിച്ചെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ബാക്കി വന്ന ഒരു ചോക്ലേറ്റ് ബാറ്ററും കൂടെ ഒഴിച്ചിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഒരു മാർബിൾ ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം.
ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് 2 തവണ ഈ കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ്സാണ് ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പോൾ എനിക്കിതൊരു 45 മിനിറ്റ് ആയപ്പോൾ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊട്ടിയിരിക്കുന്നതിന് കാരണം ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ ടിന്നാണ്. കാരണം 250 ഗ്രാമാണ് നമ്മൾ പൊടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഒരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാണ്, നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിലും അതുപോലെ താഴെ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ കേക്കിൻ്റെ മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് 850 ഗ്രാംസാണ്. തണുത്തതിന് ശേഷം, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യുക. അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴാണ് ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റ് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത്. നല്ല പഞ്ഞി പോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ടീ കേക്കിൻ്റെ ഷേപ്പിൽ ആക്കി മുറിച്ച് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബട്ടർ വെച്ചിട്ട് മാത്രമല്ല, ഓയിൽ വെച്ചിട്ടും ഈ കേക്ക് തയ്യാറാക്കി നോക്കാം. അതിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ വേണമെന്നില്ല, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്